ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ് തയ്യാറാക്കി ആ ഒരു പാൻ തന്നെ നമുക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാവിൻ്റെ മേളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ ഇതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 മുട്ട വേവിച്ചിട്ടുള്ളതാണ്. അത് ഇതേപോലെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഈ മാവിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് മല്ലിയില നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി മല്ലിയിലയും കൂടെ ഇതിൻ്റെ മേളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് ബാക്കി മാവും കൂടി ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാൻ്റെ അടിയിലായിട്ട് ഒരു പഴയ ദോശപ്പാൻ വെച്ചിട്ടാണ് അതിൻ്റെ മേളിലായിട്ടാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു സ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുമ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അതിനെ വേറൊരു പാനിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കിക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിൽ ഈ മുട്ട കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.